നിക്കാഹ് അഥവാ വിവാഹം എന്നത് വളരെ പുണ്യകരമായ ഒരു കർമ്മമായി ഇസ്ലാം കാണുന്നു. നിക്കാഹിൻ്റെ ലക്ഷ്യങ്ങൾ 3 ആണ്. ഒന്ന്, സന്താന സംരക്ഷണം, സന്താന പരമ്പര സംരക്ഷിച്ചു പോരുക എന്നത്. 2, ശരീരത്തിന് ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ നടക്കുക. 3, സുഖാനുഭൂതി അനുഭവിക്കുക എന്നുള്ളതാണ്. ഈ നിക്കാഹ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മത ആചാരമായി നിലനിന്നു പോരുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം അത് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയും അത് നിലനിൽക്കുന്നു. പക്ഷേ സ്വർഗത്തിലുള്ള വിവാഹത്തിന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ ചെന്നാൽ ഒരു ആണിനെ സംബന്ധിച്ച് ദുനിയാവിൽ തൻ്റെ ഉമ്മയായിരുന്ന ആളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പിതാവിനെ, ദുനിയാവിലെ പിതാവായിരുന്ന ആളെ വിവാഹം ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത ആരെ വേണമെങ്കിലും സ്വർഗത്തിൽ നിന്ന് വിവാഹം ചെയ്യാനുള്ള അനുവാദമുണ്ട്, കുഴപ്പമില്ല. പിന്നെ മറ്റൊന്ന്, ആരോഗ്യത്തിൻ്റെ ആ ഒരു സൗകര്യത്തിന് വേണ്ടി, അതുപോലെ സന്താന പരമ്പരയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും സ്വർഗത്തിൽ നിക്കാഹ് ചെയ്യേണ്ടതില്ല. അതേസമയത്ത് നിക്കാഹിൻ്റെ 3 ലക്ഷ്യങ്ങളിലെ ഒരു ലക്ഷ്യമായ സുഖാനുഭവങ്ങൾ എടുക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് സ്വർഗത്തിലെ വിവാഹം കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഈ പവിത്രമായ ചടങ്ങിന് ഒരു പെണ്ണിൻ്റെ രക്ഷിതാവ് കൈകൊടുത്ത് ഒരു വരനോട് പറയുന്നത് ഉസവ്വിജുക അലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാക്കിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്നാണ്. അള്ളാഹു പറഞ്ഞ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് എൻ്റെ മോളെ. എന്താണ് ആ കരാറ്? അത് വിവാഹം, ഈ ഇടപാട് നടന്നതിന് ശേഷം എൻ്റെ മോളെ നീ നല്ല പവിത്രമായ നല്ല രീതിയിൽ ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക, അല്ല എങ്കിൽ വളരെ നല്ല രീതിയിൽ ഒഴിവാക്കി വിടുക. ഇത് രണ്ടുമല്ലാത്ത പീഡനമുറകളിലേക്ക് ഈ ബന്ധം പോകാൻ പാടില്ല എന്ന നിഷ്കർഷമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് കെട്ടിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്.